നമസ്കാരം. ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന ഒരു പദ്ധതിയുടെ പേരിൽ വലിയ തട്ടിപ്പാണ് നടന്നിരുന്നതെന്നുള്ള വിവരങ്ങൾ തത്വമൈ ന്യൂസും മറ്റ് മാധ്യമങ്ങളും എല്ലാം പ്രേക്ഷകരുടെ മുമ്പിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ്. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ പലപ്പോഴും അതിനെ ട്രോളായിട്ടും, കാരണം റിപ്പോർട്ടർ കമ്പനിയുടെ പേരിലും അല്ലെങ്കിൽ ആ മാധ്യമത്തിൻ്റെ പേരിലും അതിൻ്റെ മുതലാളിമാരുടെ പേരിലും അവരുടെ പഴയ മരമുറി കേസിൻ്റെ പേരിലുമൊക്കെ അതൊരു ട്രോളായിട്ടും തമാശകളുമായിട്ടുമൊക്കെ മാറുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഗുരുതരമായിട്ടുള്ള ചില സാമ്പത്തിക ക്രമക്കേടുകൾ, ഒരുപക്ഷെ വലിയ രീതിയിലുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഏതാണ്ട് 15 ദശലക്ഷം ഡോളർ, 125-126 കോടി രൂപയോളം വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനെ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെടാമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനും അപ്പുറത്തേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ കബളിപ്പിച്ച ഒരു നീക്കമായിരുന്നു ഈ മെസ്സി പദ്ധതി എന്നുള്ള സംശയങ്ങളും ഇപ്പോൾ ഉയരുന്നു. സംശയങ്ങൾക്കപ്പുറം ഏതാണ്ട് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളായി തന്നെ ഈ വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലും ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള വികാസങ്ങളാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ മെസ്സി ഇവിടെ എത്തി ഈ കായിക പരിപാടികൾ ഇവിടെ നടക്കും, അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ച റിപ്പോർട്ടറിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പലതരത്തിലുള്ള അനുമതികളും നേടിയെടുത്തത് വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ കേന്ദ്ര ഉത്തരവുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടോ ആണ് എന്നാണ് ഇപ്പോൾ കായിക വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിനും അപ്പുറത്തേക്ക് നടത്തിയ ചില അന്വേഷണങ്ങൾ പറയുന്നത് നയതന്ത്ര പ്രതിനിധികളുമായിട്ട് പോലും നേരായ മാർഗങ്ങളിലല്ലാതെ അനുവദനീയമായ മാർഗങ്ങളെല്ലാം മറികടന്ന് ബന്ധപ്പെടുവാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അർജൻറ്റീനയിലെ അംബാസഡർ ആണെങ്കിലും നയതന്ത്ര പ്രതിനിധികളുമൊക്കെ ആയിട്ടാണെങ്കിലും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. മറുവശത്ത്, അതായത് ഈ റിപ്പോർട്ടർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് ഇത്തരത്തിൽ നിയമവിരുദ്ധമായി നടന്നു വരുമ്പോൾ അന്ന് കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാൻ നടത്തിയ ഗുരുതരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായൊരു കാര്യമാണ്. അതിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ടുള്ള ആശയവിനിമയങ്ങളെല്ലാം, ഇമെയിൽ വഴിയുള്ള ആശയവിനിമയങ്ങളെല്ലാം നടത്തിയത് ഡോക്ടർ അമീറ ഐഷ ബീഗം എന്നൊരു വ്യക്തിയിലൂടെയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതും കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇമെയിലുകളിൽ ആ വ്യക്തിയുടെ ഇമെയിൽ ഐ ഡി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡിയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന ഇമെയിലിൽ CC ആയിട്ടോ അല്ലെങ്കിൽ ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ആളുകളുടെ പട്ടികയിലോ ആർക്കാണോ അയക്കുന്നത് അവരുടെ പട്ടികയിലോ അമീറ ഐഷ ബീഗത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഐ ഡി ഉള്ള ഇമെയിലുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായി. തൃശ്ശൂർ ചെറുതുരുത്തി സ്വദേശിനിയായ അമീറ ഐഷ ബീഗം പൊന്നാനി MES കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഇതിൽ കൃത്യമായിട്ട് അവർക്ക് പറയാവുന്നൊരു ന്യായം, അബ്ദുറഹ്മാൻ ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനമില്ല. ഇംഗ്ലീഷ് അധ്യാപികയായിട്ടുള്ള അമീറ ഐഷ ബീഗത്തിൻ്റെ സേവനങ്ങൾ അദ്ദേഹം തേടി. അവർ പ്രതിഫലമൊന്നും വാങ്ങാതെയാണ്, തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്താണ് അബ്ദുറഹ്മാൻ, അതുവഴിയാണ് താൻ ഈ ഒരു സൗജന്യ സേവനം അദ്ദേഹത്തിന് നൽകിയത് എന്നൊരു വാദം കൃത്യമായി അവർ ഉയർന്നു വരും. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇമെയിലുകളിൽ ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇമെയിലുകൾ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്നത് ഒരു ചട്ടലംഘനം തന്നെയാണ്, ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. അത് പ്രാഥമികമായ പ്രശ്നം. അതിനും അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള വിദേശ ബന്ധങ്ങളോ മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലോ ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം 1-2 രൂപയല്ല, ഏതാണ്ട് 126 കോടി രൂപയുടെ ക്രയവിക്രയമാണ് ഭാരതത്തിൽ നിന്ന് വിദേശത്തിലേക്ക് നടന്നിരിക്കുന്നതായി സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുമപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെങ്കിൽ ഒരുപക്ഷെ CBI പോലുള്ള ഏജൻസികളും ഈ വിഷയത്തിൽ വന്നു ചേർന്നേക്കാം, അല്ലെങ്കിൽ ഈ വിഷയം ഏറ്റെടുത്തേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷെ അബ്ദുറഹ്മാനിലും റിപ്പോർട്ടർ TVയിലും മാത്രം ഈ വിഷയം ഒതുങ്ങി നിൽക്കുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം അതിനുമപ്പുറത്തേക്ക് ഒരുപക്ഷെ പിണറായി വിജയൻ, കാരണം പിണറായി വിജയൻ ഇന്നലെ നടത്തിയ ഈ വിവാദം സംബന്ധിച്ച പത്രസമ്മേളനം മാധ്യമ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഇതിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാം കൃത്യമായിട്ട് തന്നെ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ എല്ലാ രേഖയുമുണ്ട്.
പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല. അവസാനം ഒരു അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പറയുന്നത് പോലെ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു, ആനയാണ് എന്ന് പതുക്കെ പറയുന്നത് പോലെ. പക്ഷെ ഞാൻ ഈ രേഖകളൊന്നും കണ്ടിട്ടില്ല, ഈ ആശയവിനിമയങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ വിഷയം അത്ര നിസ്സാരമല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയാം. അത് ഇപ്പോഴുള്ളൊരറിവല്ല, ഈ പുതിയതായി കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് ലഭിച്ചൊരറിവല്ല എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഈ മുൻകൂർ ജാമ്യത്തിൽ നിന്ന് ഏറെക്കുറെ വ്യക്തമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ ഗുരുതരമായ വസ്തുതകൾ പുറത്തു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികൾ ഒരുപക്ഷെ ഈ സ്വകാര്യ സ്പോൺസർമാരെ കൊണ്ടുവരുവാനും ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് ഞങ്ങൾ കേരള ജനതയെ ഞെട്ടിക്കുമെന്നുള്ള ഒരു തട്ടിപ്പിറക്കിയ മരംവെട്ട് മുതലാളിയുടെ ചാനലും അതിലൊന്നും മാത്രം ഒതുങ്ങി നിൽക്കില്ല. അബ്ദുൾ റഹ്മാനിൽ പോലും ഈ വിഷയം ഒതുങ്ങി നിന്നെന്ന് വരില്ല. കാരണം ചിന്തിച്ചു നോക്കൂ, രാമനാട്ടുകരയിൽ നിന്ന് ഓപ്പൺ ബസ്സിൽ വലിയ വാഹന വ്യൂഹങ്ങളുടെയും 7 ഹെലികോപ്റ്ററുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയായിരിക്കും കേരള ജനതയെ മെസ്സി ഗോൾമയർ കൊള്ളിക്കുന്നത് എന്നുള്ളൊരു ഏതാണ്ടൊരു ഗ്രാഫിക്കൽ പരസ്യം തന്നെ അവർ റിപ്പോർട്ടർ TV പുറത്തിറക്കിയതാണ്. അതിനുശേഷമുള്ള വെല്ലുവിളികളും ഇപ്പോഴുള്ള കരച്ചിലും പിഴിച്ചിലും എല്ലാം നാം കാണുന്നതാണ്. പക്ഷേ ഈ റിപ്പോർട്ടർ TV എന്നുള്ളത് അവരുടെ സാമ്പത്തിക ലാഭത്തിനായിട്ട് ചിലപ്പോൾ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ സൂചനകൾ അങ്ങോട്ടേക്കാണ് നീളുന്നത്. ഇതുവരെ കുറ്റാരോപിതർ മാത്രമാണ്. അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള തെളിവൊന്നും പുറത്തു വന്നിട്ടില്ല. അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുമില്ല. ഇനിയാണ് അതിലേക്കെല്ലാം ആ പ്രക്രിയകളെല്ലാം നടക്കുവാൻ പോകുന്നത്. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ മറുഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവിടെ ഉദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അബ്ദുറഹ്മാൻ്റെ ചട്ടലംഘനം പോലും അല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. കാരണം അബ്ദുറഹ്മാൻ്റെ ചട്ടലംഘനം ഇക്കാര്യത്തിലുള്ള ഏറ്റവും ചെറിയ ക്രമക്കേടാണ് എന്ന് പറയേണ്ടി വരും. കാരണം ചിന്തിച്ച് നോക്കൂ, 126 കോടി രൂപ ഭാരതത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയതായി സംശയിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യം, അതിനെ ഇത്ര നിസ്സാരമായിട്ടാണ് LDF സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ആലോചിക്കുമ്പോൾ അതൊരു വീഴ്ചയായിട്ട്, അശ്രദ്ധ കൊണ്ട് സംഭവിച്ചൊരു വീഴ്ചയായിട്ട് കണക്കാക്കുവാൻ സാധ്യമല്ല തന്നെ. മനഃപൂർവ്വമായി ആർക്കൊക്കെയോ ഇതിൽ നേരത്തെയുള്ള അറിവും അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. അത് അബ്ദുറഹ്മാൻ എന്നൊരു കായിക വകുപ്പ് മന്ത്രിയിൽ മാത്രമായി ഒതുങ്ങില്ല. അതിൻ്റെ പ്രധാന കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു ഭരണരീതി, അവരുടെ ഒരു പ്രവർത്തന രീതി. അദ്ദേഹം ഒരു ചക്രവർത്തിയെപ്പോലെ മുകളിലിരിക്കുന്നു. അദ്ദേഹം അറിയാതെ സംസ്ഥാനത്തൊരുപക്ഷെ വെള്ളപ്പൊക്കവും കുടിവെള്ളക്ഷാമവും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ള മന്ത്രിമാരാരും ഒരു ഇല പോലും എടുത്ത്, അല്ലെങ്കിൽ സ്വന്തം മേശപ്പുറത്തെ ഒരു കടലാസ് പോലും എടുത്ത് അതിൻ്റെ സ്ഥാനം മാറ്റി വയ്ക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായൊരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് മുന്നറിവില്ലായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഒട്ടും വിശ്വാസയോഗ്യമല്ല. അതൊരു മുൻകൂർ ജാമ്യമെടുക്കൽ മാത്രമാണ്. എന്തായാലും ഈ വിഷയം കൂടുതൽ വികസിക്കുന്നതിനനുസരിച്ച് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളൊക്കെ വരും ദിവസങ്ങളിൽ കേരളത്തിലേക്ക് കൂടുതൽ ശക്തമായി എത്തുന്ന സാഹചര്യം ഒരുങ്ങി വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായും പുറത്തു വരും. അല്ല എങ്കിൽ ഒരു സംശയം വരുന്നത്, അത് ഇന്നലെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു, UDF സർക്കാർ ഒരുപക്ഷെ ഇതൊരു വിലപേശൽ കാർഡായി ഉപയോഗിക്കുവാനും സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയും തള്ളിക്കളയുവാൻ സാധിക്കില്ല. അങ്ങനെ ഒരു വിലപേശൽ കാർഡായി ഇതിനെ മാറ്റിയാൽ ഈ വിഷയത്തിൻ്റെ പൂർണ്ണമായ സത്യാവസ്ഥ കേരളം ഒരിക്കലും അറിയുവാൻ പോകുന്നില്ല, കേന്ദ്ര ഏജൻസികൾ ഈ വിഷയം കയ്യിലെടുത്തില്ലെങ്കിൽ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. സംഭവിക്കുന്നതിനനുസരിച്ച് ആ വിഷയങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമയി ന്യൂസ് എന്തായാലും എത്തിച്ചിരിക്കും. വിശദമായ വിശകലനങ്ങളും അത് സംബന്ധിച്ചുണ്ടാകും. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതുവരെയുള്ള വികസനങ്ങൾ, ഈ സംഭവങ്ങൾ എങ്ങനെയാണ് വികസിച്ച് വരുന്നത്, പുറത്തു വരുന്ന സത്യങ്ങൾ, ഇതിനെയൊക്കെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളിലേക്ക് വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.